അമൃതം ഗമയ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജീവിതകഥ തുടരുന്നു. ഭാഗം 4. ഗ്രാമപുരാണം. സത്യാനാസ്തി പരോധർമ്മ. സത്യത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു ധർമ്മമില്ല. കടലമ്മയുടെ കാരുണ്യം കൊണ്ട് ജീവിക്കുന്നവരാണ് കടലോരവാസികൾ. വിദ്യാസമ്പന്നരല്ലെങ്കിലും പരമ്പരയ ഇവർ ഈശ്വരവിശ്വാസികളാണ്. കടലിൽ പോയാൽ തിരിച്ചു വരുന്നത് ഈശ്വര കാരുണ്യം കൊണ്ടു മാത്രം. തികച്ചും സത്യസന്ധരും സ്നേഹസമ്പന്നരും സൗമ്യരും ഈശ്വരവിശ്വാസികളുമാണ് തീരവാസികൾ. ഇവിടെ പിടിച്ചുപറിയോ കൊലപാതകമോ കേട്ടുകേൾവി പോലുമില്ല. സ്ത്രീകളോ പരമ്പരയാ തീർത്തും പതിവ്രതകൾ. ഭാര്യ പിഴച്ചാൽ ഭർത്താവ് കടലിൽ നിന്ന് മടങ്ങി വരികയില്ലെന്നുള്ള പൂർണ്ണമായ വിശ്വാസം അവർക്കിടയിൽ രൂഢമൂലമാണ്. അതിനാൽ ഇവിടുത്തെ സ്ത്രീകൾ പാതിവൃത്യത്തിന് പേരുകേട്ടവരാണ്. രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം കേരളത്തിന്റെ അന്തരീക്ഷത്തെ ആകെ വഷളാക്കിയിരുന്നില്ലെങ്കിൽ ഈ തീരവാസികളെ പോലെ ഇത്ര നല്ല മനുഷ്യരുടെ ഒരു സമൂഹം ലോകത്തിൽ വേറെ എവിടെയെങ്കിലും കാണുമോ എന്ന് സംശയമാണ്. കടലമ്മയുടെ സ്വാധീനം കൊണ്ടും ഭാരതത്തിന്റെ ആധ്യാത്മിക പാരമ്പര്യത്തിന്റെ ശക്തി ചെലുത്തൽ കൊണ്ടും തികച്ചും പരിശുദ്ധവും ധാർമ്മികവുമായ ജീവിതം നയിച്ചു വന്നവരാണ് ആലപ്പാട്ടെ തീരവാസികൾ. ഇപ്പോൾ മാതാ അമൃതാനന്ദമയി ആശ്രമം സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ചുറ്റുപാട് പ്രദേശങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും നിറഞ്ഞ പുണ്യഭൂമിയായിരുന്നു എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അനേകം യോഗികളും സിദ്ധന്മാരും സന്യാസികളും സമാധിയടഞ്ഞ മണ്ണാണ് ഈ പ്രദേശത്തേത്. ആശ്രമത്തിന്റെ ഇപ്പോഴത്തെ ധ്യാനമന്ദിരം സ്ഥിതി ചെയ്തത് മണ്ണടിഞ്ഞ അതിപ്രാചീനമായ ഒരു ക്ഷേത്രത്തിന്റെ മുകളിലാണെന്നും അമ്മ പറഞ്ഞിട്ടുണ്ട്. ധ്യാനമന്ദിരം പണിയാൻ പല സ്ഥലങ്ങളും അഭിപ്രായത്തിൽ വന്നു. അമ്മ അതെല്ലാം അപ്പാടെ തള്ളിക്കളഞ്ഞു. ധ്യാനമന്ദിരം നിൽക്കുന്ന ഭാഗം മുഴുവനും കുറച്ചു കാലം മുമ്പ് ഒരേ കായലായിരുന്നു. കായൽ വെള്ളത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവിടെ മണ്ണിട്ട് നികത്തി ധ്യാനമന്ദിരം പണിയാൻ അമ്മ നിർദ്ദേശിച്ചു. കരഭൂമി കിടന്നിട്ടും വെള്ളക്കുഴിയിൽ ധ്യാനമന്ദിരം പണിയുന്നതിന്റെ പൊരുൾ അന്ന് ആർക്കും പിടികിട്ടിയില്ല. പിൽക്കാലത്ത് അമ്മ അതിന്റെ കാരണം വെളിവാക്കി. ധ്യാനമന്ദിരത്തിന്റെ അടിയിൽ പഴയ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള, ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രാതീത കാലത്തോളം പഴക്കമുള്ള അതിപുരാതനമായ ക്ഷേത്രത്തിന്റെ കാര്യമാണ് അമ്മ പറയുന്നത്. ചരിത്ര ഗ്രന്ഥങ്ങളും ഭൂഗർഭ ശാസ്ത്ര ഗ്രന്ഥങ്ങളും നൽകുന്ന അറിവ് വച്ചുകൊണ്ടല്ല അമ്മ ഇത് പറയുന്നത്. അറിവിന് അമ്മയ്ക്ക് സ്വന്തമായ മാർഗമുണ്ട്. ആലപ്പാട്ടിന്റെ പവിത്രതയ്ക്ക് അനുയോജ്യമായ ഒരു സ്ഥലപുരാണം തദ്ദേശവാസികൾക്ക് പറയാനുണ്ട്. ഒരിക്കൽ സുബ്രഹ്മണ്യൻ എന്തോ തെറ്റ് ചെയ്തു. ശിവൻ കോപിച്ചു. മീനായി പോകട്ടെ എന്ന് പരമശിവൻ സുബ്രഹ്മണ്യനെ ശപിച്ചു. ശ്രീപാർവതി സങ്കടപ്പെട്ടു. കൂടുതൽ കോപിഷ്ഠനായ ശിവൻ പാർവതിയെ ഒരു മുക്കുവ സ്ത്രീയാവാൻ ശപിച്ചു. കോപം ശമിച്ചപ്പോൾ ശിവൻ സുബ്രഹ്മണ്യന് ശാപമോക്ഷം നൽകി. തക്ക സമയത്ത് താൻ തന്നെ വന്ന് മത്സ്യമായ സുബ്രഹ്മണ്യനെ മുക്തനാക്കാമെന്ന് മഹാദേവൻ അനുഗ്രഹിച്ചു. സുബ്രഹ്മണ്യൻ ശിവശാപപ്രകാരം ആലപ്പാട്ട് ദേശത്തെ കടലിൽ മകരമത്സ്യമായി തീർന്നു. ഭീമാകാരനായ ആ മത്സ്യം എല്ലാവർക്കും ഉപദ്രവകാരിയായി തീർന്നു. ആർക്കും കടലിൽ മീൻ പിടിക്കാൻ വയ്യാതായി. മുക്കുവർ വലയിട്ടാൽ മകരമത്സ്യം അത് തകർക്കും, വഞ്ചികൾ മറിക്കും. ഇതുമൂലം കടൽക്കരയാകെ പട്ടിണിയിലായി. അരയന്മാരുടെ രാജാവായ ആലപ്പാട്ടരജൻ സ്വന്തം ഖജനാവിൽ നിന്ന് ജനങ്ങൾക്ക് ഭക്ഷണം നൽകി മടുത്തു. ഖജനാവ് കാലിയാകാറായി. ഗതികെട്ട രാജാവ് ഒരു വിളംബരം ചെയ്തു. ഉപദ്രവകാരിയായ മകരമത്സ്യത്തെ പിടിക്കുന്നയാളിന് ചോദിക്കുന്ന പ്രതിഫലം നൽകുന്നതാണ്. തന്റെ ഏകപുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിന് പോലും തയ്യാറാണ്. പക്ഷേ മകരമത്സ്യത്തെ പിടിക്കുവാൻ ധൈര്യമുള്ളവരായി ആരും മുൻപോട്ട് വന്നില്ല. അങ്ങനെ രാജാവും ജനങ്ങളും നിരാശരായിരിക്കെ വടക്കു നിന്ന് ഒരു കിഴവൻ നടന്നെത്തി. അയാൾ എവിടെ നിന്ന് വന്നു എന്ന് ആർക്കും അറിയില്ല. രാജാവിന്റെ അടുക്കൽ വന്നു. താൻ മകരമത്സ്യത്തെ ബന്ധിക്കാമെന്ന് ഉറപ്പ് കൊടുത്തു. രാജാവ് പ്രജകളെയെല്ലാം വിളിച്ചുകൂട്ടി. വൃദ്ധനും ഒന്നിച്ച് കടൽ തീരത്തെത്തി. അടമ്പുവള്ളികൾ കൂട്ടിക്കെട്ടി വൃദ്ധൻ വളരെ നീളമുള്ള ഒരു ചരടുണ്ടാക്കി. അതിന്റെ തുമ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് വൃദ്ധൻ വള്ളി വീശി കടലിലേക്ക് എറിഞ്ഞു. മകരമത്സ്യം കിടക്കുന്ന പ്രദേശത്തെ വലയം ചെയ്തുകൊണ്ട് ആ വള്ളി സംസാരക്കടലിനപ്പുറം വളരെ വിസ്താരമാർന്നു എന്ന് പറയപ്പെടുന്നു. പരമശിവൻ വീശിയെറിയുന്ന വലയ്ക്കുള്ളിൽ ലോകമാകെ ഒതുങ്ങുന്നു എന്നാണല്ലോ പറയപ്പെടുന്നത്. അടമ്പുവള്ളികളുടെ രണ്ടറ്റവും അരയന്മാരുടെ കയ്യിൽ നൽകിയിട്ട് വള്ളി വലിച്ചു കയറ്റാൻ വൃദ്ധൻ നിർദ്ദേശം നൽകി. വള്ളി വലിക്കുമ്പോൾ മകരമത്സ്യം വള്ളിയിൽ കുടുങ്ങുന്നതിനായി എല്ലാവരും ചൊല്ലുന്നതിനുള്ള ഒരു മന്ത്രവും വൃദ്ധൻ ഉപദേശിച്ചു.
ബീജാക്ഷരങ്ങളടങ്ങിയ ആ മന്ത്രം ഏതാണ്ടിങ്ങനെയാണ്: ഓം ഓവലയ്യ ഏവലയ്യ വേല അയ്യ അയ്യ പൊന്നെ പൊന്നിട്ട കരുവി ഓം വലയ്യ ഓം വേല അയ്യ അയ്യ പൊന്നെ അയ്യൻ്റയ്യ പൊന്നെ പൊരുളെ പൂവിട്ട കരുവി ദേവിക്കിന്ന് ആട്ടോ പാട്ടോ പൂങ്കാവനമേ പൂവിട്ട കരുവി ഓം വലയ്യ. കടലിൽ മീൻ പിടിക്കുമ്പോൾ എന്നും ഈ മന്ത്രം ചൊല്ലണമെന്നും വൃദ്ധൻ നിർദ്ദേശിച്ചു. ഇന്നും അത് അരയന്മാർ ഏറെക്കുറെ പരമ്പരയാ പാലിച്ചു പോരുന്നുണ്ട്. കടൽ ക്ഷോഭിക്കുമ്പോൾ അരയന്മാർ കൂട്ടമായി ഉച്ചത്തിൽ ഓം ജപിച്ച് കടലിനെ ശാന്തമാക്കാറുണ്ട്. അടമ്പുവള്ളി ഇപ്പോഴും ആലപ്പാട്ട് പ്രദേശത്ത് കാണാം. ആ വള്ളി കാണുമ്പോൾ ആലപ്പാട്ടുകാർക്ക് സ്ഥലപുരാണം ഓർമ്മ വരും. അവർ ആ കഥ പുതിയ തലമുറയ്ക്കും നവാഗതർക്കും ഉത്സാഹത്തോടെ പറഞ്ഞു കൊടുക്കും. മത്സ്യം കിടക്കുന്ന ജലപ്രദേശമാകെ വള്ളി വലയം ചെയ്തു. ഓം ഐം തുടങ്ങിയ ബീജാക്ഷരങ്ങളടങ്ങിയ മന്ത്രഗാനങ്ങളുമായി അരയന്മാർ അടമ്പുവള്ളി വലിച്ചു തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ വള്ളിയിൽ ബന്ധിതനായി ഭീമാകാരനായ മകരമത്സ്യം കരയ്ക്കെടുത്തു. ഉടൻ മത്സ്യം അപ്രത്യക്ഷമായി. മത്സ്യത്തെ പിടിക്കാൻ നേതൃത്വം നൽകിയ വൃദ്ധൻ പരമശിവനല്ലാതെ മറ്റാരുമായിരുന്നില്ല. അങ്ങനെ സുബ്രഹ്മണ്യന് ശാപമോക്ഷം കിട്ടി. മകരമത്സ്യത്തെ കരയ്ക്ക് കയറ്റിയ ആ സ്ഥലത്ത് ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം പണി കഴിപ്പിക്കപ്പെട്ടു. ആ ക്ഷേത്രം ഇപ്പോഴുമുണ്ട്, ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം. വൃദ്ധനായ പരമശിവൻ രാജാവിൻ്റെ മുന്നിൽ വന്നു നിന്നു. മത്സ്യത്തെ ബന്ധിക്കുന്ന ആളിന് മകളെ ഭാര്യയായി നൽകാമെന്ന് രാജാവ് സമ്മതിച്ചിരുന്നതാണ്. അരജനും പ്രജകളും വിഷമിച്ചു. പടുവൃദ്ധന് സുന്ദരിയും നവയൗവനയുക്തിയുമായ രാജകുമാരിയെ എങ്ങനെ വിവാഹം ചെയ്തു കൊടുക്കും? മറ്റെന്തും നൽകാം, മകളെ മാത്രം ചോദിക്കരുതെന്ന് രാജാവ് അപേക്ഷിച്ചു. സത്യം പാലിക്കണമെന്ന് മാത്രം വൃദ്ധൻ ആവശ്യപ്പെട്ടു. രാജാവ് ധർമ്മസങ്കടത്തിലായി. സത്യമാണ് മുക്കവരുടെ ബലം. സത്യമില്ലെങ്കിൽ കടലിൽ വഞ്ചിയിറക്കുന്നത് മരണക്കെണിയാണ്. എന്തു വന്നാലും സത്യം ലംഘിക്കുക വയ്യ. പക്ഷേ ഈ മുതുക്കനെ പെണ്ണിനെ കൊടുക്കാനും മനസ്സില്ല. എല്ലാവരും വിഷമിച്ച് നിൽപ്പായി. അപ്പോൾ രാജകുമാരി മുമ്പോട്ട് വന്നു. ശ്രീ പാർവതി തന്നെയാണ് ശിവന്റെ ശാപപ്രകാരം അരയത്തിയായി വന്ന് അവതരിച്ചിരിക്കുന്നത്. ശ്രീ പാർവതിയായ അരയരാജകുമാരി അച്ഛനോട് പറഞ്ഞു: അച്ഛാ, സത്യം പാലിക്കേണ്ടത് എല്ലാവരുടെയും ധർമ്മമാണ്. ഒന്നുകൊണ്ടും അതിന് മാറ്റം വന്നുകൂടാ. പക്ഷേ കുമാരിയെ ഉപേക്ഷിക്കാൻ രാജാവിനും പ്രജകൾക്കും തീരെ മനസ്സ് വന്നില്ല. ശ്രീ പാർവതിയോടുള്ള ആകർഷണത്തിൽ നിന്ന് ആർക്ക് രക്ഷപ്പെടാൻ കഴിയും? ഗത്യന്തരമില്ലാതെ രാജകുമാരിയായ ശ്രീ പാർവതി വൃദ്ധവേഷം ധരിച്ച പരമശിവന്റെ കൂടെ ബലമായി ഇറങ്ങി പുറപ്പെട്ടു. നാട്ടുകാർക്ക് അവരെ തടയാൻ ശേഷിയുണ്ടായിരുന്നില്ല. സത്യത്തിന്റെ ബലം അവരെ തടഞ്ഞു. നാട്ടുകാരെല്ലാം കുറേ ദൂരം രാജകുമാരിയെയും വൃദ്ധനെയും അനുഗമിച്ചു. എന്നിട്ട് ആ വിശിഷ്ട ദമ്പതികളോട് അരയന്മാർ അപേക്ഷിച്ചു: നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങളും കൂടെ വരാം. അതിന് ശിവപാർവതിമാരായ മിഥുനങ്ങൾ ഉത്തരം പറഞ്ഞു: ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഊരൊന്നുമില്ല. ചെല്ലുന്ന ഊരാണ് ഞങ്ങളുടേത്. ശിവപാർവതിമാർ നടകൊണ്ടു. നാട്ടുകാരും അവരെ പിരിയാൻ മനസ്സുവരാതെ പിന്നാലെ നടന്നു. ഇന്ന് ചെങ്ങന്നൂർ ക്ഷേത്രമിരിക്കുന്ന സ്ഥാനത്ത് ചെന്നപ്പോൾ ദേവി പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നിലയായി. ശിവൻ കിഴക്കോട്ടും. പെട്ടെന്ന് രണ്ടുപേരും ശിലയായി. ചെല്ലുന്ന ഊര് രൂപാന്തരപ്പെട്ട് ചെങ്ങന്നൂരായി. കാലക്രമത്തിൽ അവിടെ ക്ഷേത്രമുയർന്നു. പൂജയും മുറ പോലെ തുടങ്ങി. എന്നാൽ ഒരു പ്രത്യേകത: ക്ഷേത്രത്തിലെ അഭിഷേകത്തിന് വെള്ളം കോരിക്കൊണ്ടുവന്നാൽ സ്ഥിരമായി അതിലൊരു മത്സ്യം കാണും. അശുദ്ധമായ ജലം കൊണ്ട് അഭിഷേകം സാധ്യമല്ലാതായി. കാരണം അറിയുന്നതിനു വേണ്ടി പ്രശ്നം വെച്ചപ്പോൾ ആലപ്പാട്ടുതുറയുടെ കഥ വെളിവായി. ആലപ്പാട്ട് അർജന്റെ മകളായ ദേവിയെ ശിവൻ കൂട്ടിക്കൊണ്ടുവന്നതാണ്. വിവാഹം ഇതുവരെ നടന്നിട്ടില്ല. ആലപ്പാട്ടുകാരെ വരുത്തി മുറപ്രകാരം വിവാഹം നടത്തി കൊടുക്കണം. അതുപ്രകാരം ആലപ്പാട്ടുകാർ സ്ത്രീധനപ്പണവും മറ്റു ഒരുക്കങ്ങളുമായി ചെങ്ങന്നൂരെത്തി. ശിവപാർവതി വിവാഹം നടത്തിക്കൊടുത്തു. വിവാഹം ശിവരാത്രി ദിവസമാണ്. ചെങ്ങന്നൂർ ഭഗവതി ആലപ്പാട്ട് തുറക്കാരിയായതിനാൽ എല്ലാ വർഷവും ആലപ്പാട്ടുകാർ ചെങ്ങന്നൂർ ഉത്സവത്തിന് സ്ത്രീധനപ്പണവുമായി എത്തി ശിവപാർവതി വിവാഹം നടത്തിക്കൊടുക്കുന്ന ചടങ്ങ് നടപ്പിലായി. ഇന്നും ആ ചടങ്ങുണ്ട്. ചെങ്ങന്നൂർ അമ്പലത്തിലെ 28 ദിവസത്തെ ഉത്സവങ്ങളിൽ ഒരു ദിവസത്തെ ഉത്സവം ആലപ്പാട്ട് തുറക്കാരുടെ വകയാണ്. ചെങ്ങന്നൂർ വക ക്ഷേത്രരേഖകളിലും ഇക്കാര്യം കാണാം. ഇതുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു സംഭവം കുറച്ചു കാലം മുൻപുണ്ടായി. ഒരു വർഷം ആലപ്പാട്ട് തുറക്കാർ സ്ത്രീധനവുമായി ചെങ്ങന്നൂർക്ക് പോയില്ല. വല്ല നാട്ടിലും ചെന്ന് ഉത്സവം നടത്തുന്നത് എന്തിന് എന്ന ചിന്തയായിരുന്നു അപ്പോഴത്തെ ആളുകൾക്ക്. ഉടനെ ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ നിന്ന് ആൾ ആലപ്പാട്ട് തുറയിലെത്തി. ആലപ്പാട്ടുകാർ വരാത്തതുകൊണ്ട് ആന എഴുന്നള്ളിച്ചിറങ്ങുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ആന നിൽക്കുന്നിടത്തുനിന്ന് അനങ്ങുന്നില്ല.
ഇതേ തുടർന്ന് ആലപ്പാട്ടുതുറയിൽ വസൂരി തുടങ്ങിയ ദുർലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ഉടനെ തന്നെ ആലപ്പാട്ടുകാർ പതിവ് പോലെ സ്ത്രീധനത്തോടും വിവാഹോത്സവത്തിന്റെ മറ്റൊരുക്കങ്ങളോടും കൂടി ചെങ്ങന്നൂരെത്തി മുറ പോലെ ഉത്സവവും ശിവപാർവതിമാരുടെ കല്യാണവും നടത്തി. ഈ ചെറിയ പ്രദേശത്ത് ഇപ്പോൾ 8-9 ക്ഷേത്രങ്ങളുണ്ട്. പ്രസിദ്ധമായ ഒരു ദേവീക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നത് കടലെടുത്തു പോയി. അതേ സ്ഥലത്ത് കരയിലേക്ക് മാറ്റി അത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മറ്റുള്ളവയിൽ അധികവും ദേവീക്ഷേത്രങ്ങളാണ്. ആളുകൾ ദേവീ ഭക്തരുമാണ്. മൂക്കുംപുഴ ദുർഗാക്ഷേത്രം, കൊച്ചോച്ചിറ ശിവക്ഷേത്രം, ചെറിയഴീക്കൽ കാശി വിശ്വനാഥ ക്ഷേത്രം, മകരമത്സ്യം വന്നുകയറിയ സ്ഥലത്തെ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം, കുരുക്കശ്ശേരിൽ ദുർഗാക്ഷേത്രം, പൊന്നാഭഗവതി ദുർഗാക്ഷേത്രം, സ്രായിക്കാട് പശ്ചിമേശ്വരി ദുർഗാക്ഷേത്രം, അഴീക്കൽ തെക്ക് സുബ്രഹ്മണ്യ ക്ഷേത്രം, അഴീക്കൽ വടക്ക് പൂക്കോട്ട് പരമ്പര ക്ഷേത്രം, അതായത് ദുർഗാക്ഷേത്രം. ഇവിടുത്തുകാരുടെ ദൈവവിശ്വാസത്തിന് മറ്റു തെളിവൊന്നും വേണ്ട. ഓച്ചിറ ക്ഷേത്രത്തിലെ വൃശ്ചികത്തിലുള്ള ഉത്സവത്തിന്റെ 9-ാം ദിവസം പറയക്കടവ്, സ്രായിക്കാട്, അഴീക്കൽ എന്നീ തുറക്കാരുടെ വകയാണ്. സാന്ദർഭികമായി ചെങ്ങന്നൂർ ക്ഷേത്രത്തെ പറ്റി അല്പം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഐതിഹ്യമാലയിൽ ശ്രീമാൻ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ചെങ്ങന്നൂർ ക്ഷേത്രത്തെ പറ്റി മറ്റൊരു കഥയാണ് പറഞ്ഞിട്ടുള്ളത്. പണ്ട് പാർവതി പരമേശ്വരന്മാരുടെ വിവാഹം ഹിമാലയത്തിൽ നടക്കുന്ന സന്ദർഭം. എല്ലാ ദേവി, ഋഷി, യക്ഷ, ഗന്ധർവാദികളും അവിടെ എത്തി. അതുമൂലം ഭൂഭാരം വടക്ക് കൂടിയിട്ട് ഭൂമി അങ്ങോട്ട് തിരിയുമോ എന്ന് തോന്നി. ഭൂമിയുടെ സന്തുലനം നിലനിർത്താൻ ത്രിമൂർത്തികൾ തപസ്സിന്റെ ഭാരം നല്ലതുപോലെയുള്ള അഗസ്ത്യനെ തെക്കുള്ള ശോണാദ്രിയിൽ പോയിരിക്കാൻ പറഞ്ഞയച്ചു. അഗസ്ത്യർ ശോണാദ്രിയിൽ വന്ന് തപം ചെയ്തിരിപ്പായി. കല്യാണം കഴിഞ്ഞ് ശിവപാർവതിമാർ ശോണാദ്രിയിലെത്തി അഗസ്ത്യനെ സന്ദർശിച്ചു. അക്കാലത്ത് പാർവതീദേവി തൃപ്പൂത്തായി. തൃപ്പൂത്താഘോഷം കേമമായി നടന്നു. അന്ന് അവിടമെല്ലാം കാടായിരുന്നു. ഒരു കുറത്തി കാട്ടിൽ വന്ന് ഒരു കല്ലിൽ അരിവാൾ തേച്ചു. കല്ലിൽ നിന്ന് ചോര ചാടി. പ്രശ്നവശാൽ ശിവപാർവതി സാന്നിധ്യം തെളിഞ്ഞു. ക്ഷേത്രമായി, ജനവാസമായി, ഊരായി. ശോണാദ്രി എന്ന പദം മലയാളത്തിൽ ചെങ്കുന്നായി. ജനവാസം മൂലം ഊരായപ്പോൾ ചെങ്കുന്നൂര് ചെങ്ങന്നൂരായി. ഇവിടെ അല്പം ചിന്തിക്കാനുണ്ട്. ഇതിനു മുമ്പ് കൊടുത്തിരിക്കുന്ന ആലപ്പാട്ട് കഥ കൊണ്ടും ചെങ്ങന്നൂർ ക്ഷേത്രരേഖ കൊണ്ടും ക്ഷേത്രോത്സവത്തിൽ ആലപ്പാട്ടുകാർക്കുള്ള പങ്കും ചടങ്ങുകളും പരിഗണിക്കേണ്ടി വരുന്നതുകൊണ്ടും ചെങ്ങന്നൂർ ഭഗവതി ആലപ്പാട്ടുതുറയിൽ നിന്ന് ചെങ്ങന്നൂർ വന്ന് കുടികൊണ്ടതാണ് എന്ന് കരുതാൻ കൂടുതൽ ന്യായം കാണുന്നു. ചെങ്ങന്നൂർ ക്ഷേത്രം എവിടെ, ആലപ്പാട്ട് ഗ്രാമം എവിടെ? ഇത്രയും അകലെയുള്ള 2 സ്ഥലങ്ങൾ തമ്മിൽ ക്ഷേത്രപരമായ ബന്ധം വരണമെങ്കിൽ എന്തെങ്കിലും അടിസ്ഥാനമില്ലാതെ വരില്ലല്ലോ. ചെങ്ങന്നൂർ ഭഗവതിയുടെ മൂലകുടുംബമായ ആലപ്പാട്ട് പ്രദേശം ആത്മീയ പ്രഭ ചൊരിയുന്ന മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മം കൊണ്ട് ഇപ്പോൾ വീണ്ടും പുണ്യക്ഷേത്രമായി പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നു. സജ്ജനങ്ങളെ, ഇത്രയുമാണ് മാതാ അമൃതാനന്ദമയിയുടെ ജീവിത ചരിത്രത്തിന്റെ 4-ാം ഭാഗത്തിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.